പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞാൻ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കാം. എല്ലാവരും എന്താ ആൻസർ പറയുന്നത് നോക്കാറില്ല. എല്ലാവരും എല്ലാം റെപ്രസെന്റ് ആയിട്ടുള്ളവർ പറഞ്ഞാലും മതി. സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ധൈര്യം കൂടുതലുള്ളത്? സ്ത്രീകൾക്കാണോ? ഉറപ്പാണേ? ഓക്കെ, ശരി. അപ്പൊ പക്ഷെ ഇപ്പൊ ആൾക്കാരെല്ലാം പറഞ്ഞ പുരുഷന്മാർക്കൊന്നല്ല പറഞ്ഞത്. പരിപ്പ് ധൈര്യശാലിയെ പുരുഷത്വം അങ്ങനെ വചനത്തിൽ എഴുതിയിട്ട്, പക്ഷേ യഥാർത്ഥമായിട്ട് സ്ത്രീകൾക്ക് തന്നെയാണ് ധൈര്യമുള്ളത്. അല്ലെങ്കിൽ ഒരു വചനഭാഗത്ത് നമുക്ക് ചിന്തിക്കാം. മാർക്കോസിൻ സുവിശേഷം 16-ാം അധ്യായം 1 തുടങ്ങിയിട്ടുള്ള വാക്യം നോക്കുക. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യനുദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി 6 കല്ലുരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ള നിലയാങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ വലത്തുഭാഗത്തിരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അവൻ അവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല. അവനെ വെച്ച സ്ഥലം ഇതാ. നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവീൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവീൻ എന്ന് പറഞ്ഞു. അവർക്ക് വിറയലും ഭ്രമവും പിടിച്ചു. അവർ കല്ലറ വിട്ട് ഓടിപ്പോയി. അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ആരോടും ഒന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന അവർ പോയി പത്രോസും യോഹന്നാനും കുട്ടികളുണ്ട്. പക്ഷെ ഇവിടെ അതല്ല ഭാഗം. 1-ാം വാക്യം നമ്മൾ വായിച്ചത്, ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയ, യാക്കോബിന്റെ അമ്മ മറിയ, ശലോമയും അവനെ പൂശേണ്ട സുഗന്ധവർഗമായി ആഴ്ചയുടെ 1-ാം നാൾ അത്തികാലത്ത് സൂര്യൻ ഉദിച്ചവൾ കല്ലറയ്ക്കൽ ചെന്നു. ഹല്ലേലൂയ. എല്ലാവരും ശിഷ്യന്മാരുൾപ്പെടെ സകലരും ഭയന്ന് മുറിക്കുള്ളിരിക്കുമ്പം ആരെങ്കിലും യേശുവിനെ ഫോളോവർ ആണെന്ന് പറയാൻ തന്നെ മടിക്കുമ്പം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നതാണോ എന്ന് ചോദിക്കും. പറയാൻ മടിക്കുന്ന സാഹചര്യത്തിൽ 3 സ്ത്രീകൾ, ഹല്ലേലൂയ, മറ്റുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴുത്തിൽ തലയുണ്ടാകത്തില്ല. ആ സാഹചര്യത്തില് യേശുവിനെ പൂശാനായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത് അവർ പോയി രാവിലെ പോയി സ്വന്തമാക്കിയത് അങ്ങനെയല്ല. നമ്മള് മറ്റു സുവിശേഷങ്ങളോ അവര് ശബത്ത് തുടങ്ങുന്നതിന് മുമ്പേ പോയി അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഹല്ലേലൂയ അവര് കാത്തിരിക്കുക. കാരണം വെച്ചാൽ സുഗന്ധവർഗം പൂശാനായിട്ട് യേശുവിന്റെ ശരീരത്തെ എവിടെയൊക്കെ ഈ സുഗന്ധവർഗം കൊണ്ട് പോകുന്നത്? യേശു ഇരിക്കുന്ന പ്രസംഗിക്കുന്നിടത്തേക്കല്ല. യേശു ഇരിക്കുന്ന ഹല്ലേലൂയ എവിടെങ്കിലും യോഗത്തിലല്ല. ഹല്ലേലൂയ യേശുവിനെ കല്ലറയ്ക്കകത്ത് വെച്ച് വലിയൊരു കല്ലുരുട്ടി വെച്ച് അന്നത്തെ ഏറ്റവും പവർഫുള്ളായ റോമൻ എംപയറിന്റെ സീല് പതിച്ചിരിക്കുന്ന അതിനകത്തിരിക്കുന്ന യേശുവിനെ പൂശാനാ പോകും. അല്ല, ആ യേശുവിന് അതിനകത്താണ് യേശുവിന്റെ ശരീരം ഇരിക്കുന്നത്. അവർക്ക് അറിയത്തില്ല കല്ലറ തുറക്കുമെന്നോ ആരെങ്കിലും ഉയർത്തെഴുന്ന അതൊന്നും അറിയത്തില്ല. അവർ പക്ഷേ ആ സീല് പതിപ്പിച്ച വലിയ കല്ലുരുട്ട് വെച്ച് പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്ന യേശുക്കത്തെ ശരീരത്തിൽ പൂശാന സുഗന്ധവർഗം കൊണ്ടു. എത്രത്തോളം ധൈര്യം ഉണ്ടായിരിക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ചു വിടാൻ ഭയങ്കര നിസ്സാരമാണെന്ന് തോന്നും. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നോക്കിയിട്ട് ഞാൻ പറയാം, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവിനെ സ്വീകരിക്കണമെന്ന ഹല്ലേലൂയ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പം നിങ്ങളുടെ പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ നോക്കില്ല. ഞാൻ ഉൾപ്പെടെ എല്ലാവരും കറിയാം, പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ നോക്കില്ല. ധൈര്യത്തിന് ഒരു ഡിസിഷൻ എടുത്തറിയിരിക്കുന്നവരല്ലോ അല്ലേ? നേരെ മറിച്ച് ഒരു പുരുഷൻ ഇതുപോലെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പുരുഷന്മാരെപ്പോഴും ധൈര്യശാലികളാന്ന് പറയും, പുരുഷന്മാരെ എപ്പോഴും എല്ലാവരും പറയാം. പക്ഷെ പുരുഷന്മാരെപ്പോഴും ചെയ്യുന്ന കാര്യം നോക്കിയാൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് അവരും ചെയ്യുന്നത് ധൈര്യത്തോടെ. എല്ലാവരും ചെയ്യുന്നതിനെക്കാട്ടി വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്യുന്നിട്ട് അവർക്ക് ആ ധൈര്യം ഉണ്ടാകും. അപ്പോൾ ദൈവം സ്ത്രീകൾക്ക് കൊടുക്കുന്ന ധൈര്യം അങ്ങനെയല്ല. ചില കാര്യങ്ങളിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളിലേക്ക് സ്റ്റെപ്പ് വെക്കാനായിട്ട്, ആരും ചെയ്യാത്ത കാര്യങ്ങളിൽ ഹല്ലേലൂയ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട സാഹചര്യം വന്ന അവരത് ചെയ്തിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ ധൈര്യം എന്നത്. എല്ലാവരും ചെയ്യുന്ന കാര്യം ചെയ്യാൻ എല്ലാവർക്കും പറ്റുമല്ലേ? നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ കുടുംബങ്ങളിൽ ചിലപ്പോൾ നമ്മളെക്കാട്ടി മുന്നേ സുവിശേഷം കേട്ട പലരും ഉണ്ടാകും. പക്ഷേ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയം വന്നപ്പം നാളെ ലൈഫ് എന്താകും, അല്ലെങ്കിൽ വീട്ടുകാരെടുത്ത് പുറത്ത് കളയുമോ, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് എന്താ സംഭവിക്കുന്ന സംഭവം എന്നാലും ഞാൻ കേട്ട സത്യത്തിന് വേണ്ടി ഞാൻ നിൽക്കാൻ തീരുമാനിച്ചത് തീരുമാനം നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നില്ലേ?
കറവസ് ഭയങ്കരമായിട്ട് ചിരിക്കത് കേട്ടിട്ടുണ്ട്. കാരണം അവിടെ എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നെന്നും എന്തൊക്കെ ഫേസ് ചെയ്തെന്നും അത് നന്നായിട്ട് അറിയാം. പക്ഷെ അവിടെ ആ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ആമേൻ. അപ്പം ദൈവം സ്ത്രീകൾക്ക് തന്നിരിക്കുന്ന വളരെ പവർഫുൾ ആയിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി തന്നിരിക്കുന്ന നല്ല സത്യത്തിന് ഉറച്ചു നിൽക്കാൻ തന്നിരിക്കുന്ന ധൈര്യത്തോട് ചില കാര്യങ്ങളിലേക്ക്. അപ്പൊ ഇവര് നടന്നു പോകുന്നത് ഇവരുടെ മനസ്സിൽ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, കല്ല് ഞങ്ങൾക്ക് വേണ്ടി ആരുണ്ട്, ഇത് ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്, ഇത് എങ്ങനെയും അകത്ത് കയറിയിട്ട് യേശുവിന്റെ ശരീരത്തൊന്ന് പൂശണം. പക്ഷേങ്കില് അവർക്കറിയാം അവരുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി ഏറ്റവും വലുതാണ്. കാരണം അന്നത്തെ കാലത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഭരണാധികാരികളാണ് റോമൻസ്. അവരുടെ തീയിലാണ് ആ കല്ലറയ്ക്ക് പതിച്ചു വെച്ചിരിക്കുന്നത്. അതെടുത്ത് മാറ്റി അകത്ത് കയറുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ അത് മാത്രമേ പോകുന്ന വഴിക്ക് അവർ ചോദിച്ചു, എനിക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും, ഇത് മാത്രമാണ് അവരുടെ സംസാരം. പക്ഷെ അവരവിടെ ചെന്നപ്പോൾ നമ്മൾ കാണുന്നുണ്ട് കല്ലുരുണ്ട് മാറിയിരിക്കുന്നതും അതിന്റെ മേൽ ഇനി ഒരിക്കലും തിരിച്ചുള്ള ഒരു ദൂതൻ കയറിയിരിക്കും. എന്തുകൊണ്ടാണ് ഒരു ദൂതനെ ദൈവം പറഞ്ഞ സാധാരണ ദൂതന്മാർ വന്നിട്ട് പണിയൊക്കെ ചെയ്ത് പെട്ടെന്ന് പോവല്ലേ. പക്ഷെ ഇവിടെ ദൂതന്മാരെന്താ പോകാന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കറിയാം ദൈവത്തിന്റെ ദൈവം പറഞ്ഞത് ഈ കല്ലൊക്കെ ഉരുട്ടി മാറ്റുകാരും പെട്ടെന്ന് പോകണ്ട മീതെ ഇരുന്നോണം. കാരണം വെച്ചാൽ ഇവന്മാരാളാരെന്ന് എനിക്കറിയാം. കാരണം നേരത്തെ പറഞ്ഞായിരുന്നു അവിടെ എന്താ പറയാ, ഇവര് ശിഷ്യന്മാര് 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരെങ്കിലും അത് എടുത്തോണ്ട് പോകുന്നതുകൊണ്ടാണ് ഇത് കല്ലറ ഉറപ്പുവരുത്തണം, കാവൽ വേണം എന്നെല്ലാം പറഞ്ഞ് ശീലൊക്കെ ഒപ്പിച്ചതൊക്കെ. അപ്പൊ ഇനിയിപ്പം കല്ലറ തുറന്ന് വെച്ചിട്ട് ദൂതനങ്ങ് പോയ ഇവന്മാര് തന്നെ വന്ന് കല്ലുരുട്ടി വെച്ചിട്ട് പറയും യേശു കർത്താവ് കല്ലറയ്ക്കുള്ളിൽ ഉണ്ടാകത്തുമില്ല, കല്ലറയ്ക്കുള്ളിൽ ഉയർത്തെഴുന്നേറ്റ് പോകും. പക്ഷെ ഇവര് വന്നിട്ട് ആ ദൂതനെ കല്ലിന്റെ മേൽ ഇല്ലെങ്കിൽ ഇവര് പറയും വീണ്ടും കല്ലുരുട്ടി വെച്ചാൽ യേശു അകത്ത് തന്നെ ഇരിപ്പുണ്ടെന്ന് പറയും, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ് അവിടെ ഇരിക്കുക. കുറച്ച് സമയം കഴിഞ്ഞു തന്നു. അപ്പൊ ഇവര് വന്നപ്പോ കല്ലുരുട്ടി മാറ്റി അതിനെ മീതെ കയറിയിട്ട് ദൂതനെ കണ്ടു. അപ്പൊ അവര് ഭാരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് ഒരു തീരുമാനത്തോടെ മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ അവർക്ക് വേണ്ടി അവരെ സഹായിക്കാൻ ആരുണ്ടെന്ന് ചിന്തിക്കുമ്പം സഹായിക്കാൻ ദൈവത്തിന്റെ കാര്യം ഇറങ്ങി വന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതാണ് സ്ത്രീകൾ. ഒരു 3 സ്ത്രീ ആർക്കുമില്ലാത്ത ഇവരെ ഏറ്റവും വലിയ ധൈര്യശാലിയായിരുന്നു എന്ന് പറയും പത്രോസ്. ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു. ഞാൻ നിന്റെ മാറോട് ചേർന്ന് വന്ന ശിഷ്യനാന്ന് പറഞ്ഞ യോഹന്നാൻ പോലും ഹല്ലേലൂയ പരിക്കാത്തിരിക്കണം. ചിലരാണെങ്കിൽ സ്വന്തം അവിടെയൊക്കെ ഒരു മടങ്ങിപ്പോക്കിലേക്ക് പോകുന്നല്ലേ നമ്മള് കാണുന്നുണ്ട്. എമ്മോസിന്റെ വഴിയിലേക്ക് വരേണ്ട ശിഷ്യന്മാരൊക്കെ യേശുക്കത്തെ പോയി സംസാരിച്ച് മടക്കുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും ഭയന്നും അത് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നതാണെന്ന് പറയാൻ മടിക്കുന്ന സമയത്താണ് നമ്മൾ അരിമത്യക്കാരനായ യോസെഫും ചെന്നിട്ട് രഹസ്യ ശിഷ്യനായിരുന്നു. രഹസ്യമായി ചെന്ന് ചോദിച്ചു ശവം യേശുവിന്റെ ശരീരം കുരിശിൽ നിറക്കി അതിനെ അടക്കുന്നതായിട്ടൊക്കെ നമ്മളെ കാണുന്നത്. പക്ഷെ അന്നേരം ശിഷ്യന്മാരാരും കൂടെ ഇല്ല, അവിടേക്ക് വരുന്ന പോലും കാണുന്നു. പക്ഷെ അതിനിടയിലാണ് യേശുവിന്റെ കൂടെ യേശുവിനെ വിശ്വസിച്ച യേശുവിനെ ഫോളോ ചെയ്ത 3 സ്ത്രീകൾ മുന്നിലേക്ക് വരുന്നു. ഈ പ്രഭാതത്തിൽ ഞാൻ പറയാം, ആരൊക്കെ എപ്പൊക്കെ മടിച്ച് മാറി നിന്നാലും യേശുവിന് വേണ്ടി സ്റ്റെപ്പ് വയ്ക്കാനായിട്ട് ഓരോ സ്ത്രീകളും റെഡിയാകണം. സ്ത്രീകൾക്ക് യേശു എന്ന് മാത്രമല്ല ദൈവം സ്ത്രീകൾക്ക് വളരെ വലിയ വിശ്വാസവും വളരെ വലിയ സ്നേഹവും അവരുടെ മേൽ കൊടുത്തിട്ടുണ്ട്. കാരണം യേശുവിനെ യേശു കർത്താവ് ഭൂമിയിലേക്ക് ജനിക്കുന്ന സമയത്ത് അതിനെ ആ ഗർഭത്തിൽ ചുമക്കാനായിട്ട് തെരഞ്ഞെടുത്ത മറിയ തുടങ്ങി നമ്മൾ ചോദിക്കണം. കാരണം മറിയ ചെയ്ത കാര്യം നാളെ എന്റെ ജീവിതം എന്തായി പോകും, ഈ സമൂഹത്തിൽ ഒരു ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ ഞാൻ പറയാതെ ദൈവം തന്നെയാന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ജനം ആരും വിശ്വസിക്കത്തില്ല. പക്ഷെ എന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ ഞാൻ പോകേണ്ടി വന്നാൽ എന്റെ ഭാവി എന്തായി പോകും, നാളെ ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടത് എന്നൊന്നും ആലോചിച്ചില്ല. ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട സമയത്ത് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞിട്ട് സമർപ്പിച്ച മറിയ. അപ്പൊ മറിയയുടെ ജീവിതം എത്ര റിസ്കി ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നിട്ടാ സമർപ്പിച്ചു. അപ്പൊ മറിയ കാണിച്ചതാണ് ഏറ്റവും വലിയ ധൈര്യം എന്ന് ഞാൻ പറയും. ഇന്ന് നമ്മൾ യേശു കർത്താവ് കന്യകയായ മറിയ ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുന്ന പ്രവാചക ശബ്ദമുണ്ടായത് അങ്ങനെ സംഭവിച്ചു. ഇതെല്ലാം അറിയുന്നത് നമ്മൾ ഇന്ന് അങ്ങനെ സാഹചര്യത്തിൽ ഒരാളോട് വന്നിട്ട് ഇപ്പൊ പറയാം നമ്മളോട് ഓരോരുത്തരും വന്നിട്ട് ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് ഇന്ന് നമ്മളോട് പറയുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങളെ സമർപ്പിക്കാൻ പറഞ്ഞാൽ നമ്മളാരും സമർപ്പിക്കത്തില്ല. കാരണം വെച്ചാൽ പറയും അതൊക്കെ വചനത്തിലുള്ളതൊക്കെ ഉള്ളതാണല്ലോ, ഇതൊക്കെ സംഭവിച്ചു, ഞങ്ങളുടെ ഈ സാഹചര്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആരും ഞങ്ങളെ വിശ്വസിക്കത്തില്ല എന്ന് പറയും. ഹല്ലേലൂയ. അപ്പം ആരും അതിനു വേണ്ട. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഓരോ കാര്യം നമ്മൾ വചനം വായിക്കാനും അത് പഠിക്കാനും അത് പ്രസംഗിക്കാനും ഭയങ്കര എളുപ്പമാണ്.
പക്ഷെ നമ്മൾ ആ സാഹചര്യത്തിൽ കൂടെ കടന്നു പോയി. എന്തിനു പറയുന്നത്, ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മുടെ സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന ഒരു ഗവൺമെന്റിന്റെ അണ്ടറിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ ചെന്നിട്ട് അവർ ഇതുപോലെ നിയമം കൊണ്ടുവച്ച് ഹല്ലേലൂയ പബ്ലിക്കലി ഹല്ലേലൂയ ഒരു ഇതാണ് അവരുടെ ഗവൺമെന്റ് മുദ്രയും പതിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറിയിരിക്കും. അയ്യോ, ഗവൺമെന്റിന്റെ സീലായിട്ട് അവിടെ ഇരിക്കുന്ന ചെല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഞാൻ പറയാ, ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്ന ഹാലിലെ കോപ്രായങ്ങൾ കാണുമ്പോൾ അത് കണ്ട് തിരിച്ചറിഞ്ഞ് വിളിച്ചു പറയാനുള്ള മനസ്സെങ്കിലും കാണിക്കാനായിട്ട് ധൈര്യം വേണം ഹാലില്. ഇന്നലെ ഞാന് നമ്മുടെ വാര്യപ്പുര യോനാച്ചാരെ കുറിച്ചൊരു ഫീച്ചർ കിടക്കുന്നുണ്ട് ഹാലയിൽ. ഞാനതിങ്ങനെ വോയിസ് മാത്രമേ ഉള്ളൂ, അത് ഞാനിങ്ങനെ കേട്ടപ്പം അതിനകത്ത് അദ്ദേഹത്തെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്ന വളരെ കുറച്ച് 10-15 മിനിറ്റ് പോലും ഇല്ല ഹാല. പക്ഷെ അതിനകത്ത് പറഞ്ഞിരുന്ന ജനിച്ച സമയം തുടങ്ങിയിട്ടൊക്കെ. പക്ഷെ അദ്ദേഹം രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് ഒരു ദിവസം രാത്രിയിൽ ഹല്ലേലൂയ എഴുന്നേറ്റിരുന്ന് പുള്ളി കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് പാവങ്ങളൊക്കെ ഏറ്റു വരെ റൂമിലിരുന്നുണ്ട്. അപ്പോൾ ഭാര്യ കുറേ നേരം പാതിരാത്രിയൊക്കെ ആയപ്പോ ഭാര്യ വന്നിട്ട് ഇനി മതി കിടക്കാൻ പറഞ്ഞു. ഇല്ലാതെ പറഞ്ഞ പുള്ളി അവിടെ തന്നെ ഇരുന്നിട്ട് പിറ്റേ ദിവസം ഏതാണ്ട് രാവിലെ ഉച്ച വരെ കണ്ട് ഇരുന്ന് ദിവസം നിന്ന് കരയും പാപങ്ങൾ ഏറ്റുപറയും എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനാന്ന് തോന്നുന്നു, അപ്പം ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ട് വരുള്ളൂ. ഏതാണ്ട് ഒരു യോഗം നടക്കുന്നിടത്തേക്ക് പോവുക. അവിടെ ചെന്ന് ദൈവം എല്ലാരും പറഞ്ഞ നിനക്ക് 2-3 ഭാഷയൊന്നും പോരാ, എനിക്ക് പലവിധ ഭാഷകളോടുകൂടി അടയാളത്തോടെ എനിക്ക് അഭിഷേകം വേണമെന്ന് പറഞ്ഞ് വെള്ളം പോലും കുടിക്കാൻ അവിടുന്ന് 5-6 ദിവസം കഴിഞ്ഞപ്പോ അവിടെ ഇരുന്ന ആൾക്കാർ കൂടെ കൂടിയിരുന്ന് എല്ലാവരുടെ മേലും ദൈവം ഭയങ്കരമായിട്ട് നിറച്ച് ഭയങ്കര ഉണർവിന് കാരണം. പക്ഷെ അദ്ദേഹം എടുത്ത തീരുമാനമുണ്ട്, ദൈവത്തിന് ഇരുന്നിട്ട് തീരുമാനം എടുത്തു 2-3 കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിച്ചത്, അതിനകത്ത് ഉറച്ചു നിന്നത്. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരിക്കലും വിദേശ രാജ്യങ്ങളിലേക്ക് പോകില്ല. കാരണം എന്ന് വെച്ചാൽ എന്നെ ദൈവം തെരഞ്ഞെടുത്തത് അല്ലെങ്കിൽ എന്നെ ദൈവം ആക്കി ഞാൻ ഈ നാട്ടിൽ വരണം. അദ്ദേഹത്തെ കാണാനായിട്ട് ഉള്ള ലോക രാജ്യങ്ങളിൽ നിന്ന് എത്രയോ ഇൻവിറ്റേഷൻ അദ്ദേഹം പോയില്ല. പക്ഷെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് പ്രാർത്ഥിപ്പിച്ചു. പക്ഷെ ഒരു കൊറിയക്കാരൻ വന്ന അയാളോട് പ്രാർത്ഥിക്കും, കൊറിയൻ ലാംഗ്വേജ് പ്രാർത്ഥിക്കും, അയാൾക്കോട് പ്രവചിക്കും കൊറിയൻ ലാംഗ്വേജ്. അമേരിക്കക്കാരനോടാണെങ്കിൽ ഇംഗ്ലീഷിൽ, അദ്ദേഹത്തിന് മലയാളം അല്ലാതെ മറ്റൊരു ഭാഷ. അദ്ദേഹം നോർത്ത് ഇന്ത്യക്കാരോടാകുമ്പോൾ ഹിന്ദിയിൽ, അങ്ങനെ പലവിധ ഭാഷകൾ അദ്ദേഹത്തെ മറ്റൊരാൾ ആ ഭാഷകൾ. പക്ഷെ അദ്ദേഹം തെരഞ്ഞെടുത്ത കാര്യങ്ങൾ: 1, വിദേശ രാജ്യങ്ങളിൽ പോകില്ല; 2, ചെരുപ്പിടില്ല; 3, മരുന്ന് വാങ്ങത്തില്ല, ഹോസ്പിറ്റലിൽ പോകില്ല. രോഗം വന്ന് രോഗത്തിന്റെ ഭാരങ്ങളിലൊക്കെ ആരും സമയത്തുമില്ല, അദ്ദേഹം മരുന്ന് വാങ്ങിക്കാൻ പോകില്ലായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ച രോഗസൗഖ്യം ഉണ്ടാകും. അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തിന് നെഴു തട്ടല്ല, അദ്ദേഹം കണ്ട ഭൂതങ്ങളെല്ലാവരും ഇതെല്ലാം ഉള്ള സമയത്ത് അദ്ദേഹത്തിനെയും രോഗം തൊട്ടിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ രോഗമുള്ളവരെല്ലാവരും, പല ആൾക്കാരും ചിന്തയാണ്, നമ്മൾ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് രോഗത്തെ ജയിക്കാനായിട്ട് രോഗത്തിന്റെ മേൽ നമുക്ക് അധികാരം, നമ്മളൊക്കെ രോഗത്തിന്റെ മേൽ അധികാരമുള്ളപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില സമയത്ത് ചില രോഗങ്ങൾ വരാറുണ്ട്. അപ്പൊ അടുത്ത അദ്ദേഹം എടുത്ത തീരുമാനം എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ ഭയങ്കര ചിന്തിപ്പിച്ചതാണ്. അഭിഷേകം പ്രാപിക്കാത്ത ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം കാശ് വാങ്ങത്തില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിക്കാത്ത പ്രാർത്ഥിക്കും, അവരുടെ കയ്യിൽ നിന്ന് അദ്ദേഹം കാശ് വാങ്ങില്ല, കൊടുക്കും. ഹല്ലേലൂയ. അത് ഒരു തീരുമാനം എന്നൊക്കെ. അതുപോലെ തന്നെ ദൈവരാജ്യത്തെ കച്ചവടമാക്കുന്നവരെ ശക്തമായി അദ്ദേഹം വിമർശിച്ചിരുന്നു, വഴക്ക് പറഞ്ഞിരുന്നു. നോക്കി തന്നെ വഴക്ക് പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയൊക്കെ കുറിച്ച് അപ്പൊ ഇതില് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിക്കാതെ ചെന്ന പ്രാർത്ഥിക്കത്തില്ലെന്നല്ല അവർക്ക്. അതുപോലെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം വചനം സംസാരിക്കാതെ ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കത്തും പ്രവചിക്കത്തില്ല. അല്ലേ? ഈ ദൈവത്തിന്റെ വചനമില്ലാത്ത ഒരു പ്രാർത്ഥന അദ്ദേഹം ചെയ്തിട്ടില്ല, ഒരു പ്രവചനം അദ്ദേഹം ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാതൃകയാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഹല്ലേലൂയ. എന്റെ മനസ്സിൽ വന്ന ചിന്തകൾ ഞാൻ പറയാറുണ്ട് പലപ്പോഴും. നമ്മുടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസത്തിൽ പിന്മാറിപ്പോയി ചില വീടുകളിലൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നത് ഞാൻ പറയത്തില്ല, കാരണം വെച്ചാൽ അവരെ മടക്കി കൊണ്ടുവരാൻ ഉത്തരവാദിത്വം നമുക്ക്. പക്ഷേങ്കിൽ പ്രാർത്ഥിക്കുമ്പം ഹല്ലേലൂയ അവരുടെ കൂടെ കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ കൃത്യമായിട്ട് നമ്മുടെ പൗലോസ് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ എങ്ങനെ ആയിരിക്കണം നമ്മളന്ന്. ഹല്ലേലൂയ പക്ഷെ ഇന്ന് അത് പലരും ഹല്ലേലൂയ അതൊന്നും ഒരു വിഷയമേ അല്ല. ഹല്ലേലൂയ കൊടുക്കുന്ന. അപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് അവര് സ്തോത്ര കാഴ്ച തരുന്നു, അല്ല എന്തെങ്കിലും തരുമ്പോൾ നമുക്ക് സ്നേഹത്തോട് പറയാം, നിങ്ങള് മടങ്ങി വന്നതിന് ശേഷം ഇത് വാങ്ങാമെന്ന് പറഞ്ഞാല് അവരുടെ ഉള്ളത്തിൽ ഒരു ചിന്തയെങ്കിലും വരും. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾ മടങ്ങി വരാത്തത് കൊണ്ട് ഹല്ലേലൂയ ഇതുപോലും അങ്ങനെ ഒരു ദൈവദാസന്മാരെ നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ അവര് തിരിച്ചു വരവിന് ഹല്ലേലൂയ അവരുടെ ഉള്ളിൽ ഒരു ചിന്തക്കെങ്കിലും തിരിച്ചു വരേണ്ട ഒരു പർപ്പസിനെ ഒരു ചിന്തയെങ്കിലും അവരുടെ ഉള്ളിലേക്ക് കടക്കും. ഇന്ന് അവരെ മറ്റൊരു രീതിയിലും ഹല്ലേലൂയ കൊടുക്കുന്നത് വാങ്ങിക്കുന്നത് എല്ലാം കഴിഞ്ഞ് പോരുവാണെങ്കിൽ അവർക്ക് തോന്നും, അവരിലെ ഞാൻ ഇവരും തമ്മിൽ വ്യത്യസ്തമായിട്ട് ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല. 2 വള്ളത്തിൽ കാല് വെച്ച് നിൽക്കുന്നവരൊക്കെ പലരും ഉണ്ട് നമുക്ക്.
അങ്ങനെയുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ 2-3 തീരുമാനങ്ങൾ ഞാൻ അതുപോലെ പറയും നമ്മൾ ഈ ദിവസങ്ങളിൽ ഹാലയിലെ നമ്മൾ കേട്ട വചനം, നമ്മൾ അറിഞ്ഞ സത്യം ഹാലയില, ആ സത്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെന്ന് മാത്രമല്ല, ആ സത്യം വിട്ട് നടക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഹാലയില അതിന് അവരോട് സ്നേഹത്തോടു കൂടിയോ ഹാലയില, ഇപ്പം സ്നേഹത്തെ പറയാത്ത ഇച്ചിരി വഴക്കിലായിട്ടാണ് ഇച്ചിരി രണ്ട് എന്താ പറയാ കട്ടിയായ വാക്ക് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പറഞ്ഞു കൊടുക്കണം. കാരണം പലപ്പോഴും ചിലപ്പോൾ നമ്മൾ പറഞ്ഞാലായിരിക്കും ചിലപ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് അത് കയറുന്നത്. ഞാൻ പണ്ടെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ വന്ന സമയത്ത് എന്റെ ബോസ് ഹാലയില, അവര് ജനിച്ചപ്പോഴേ സ്വർണ്ണക്കണ്ണയുടെ ജനിച്ചെന്ന് പറഞ്ഞ കുടുംബത്തിലെ ആൾക്കാരാണ്. അതുപോലെ നമ്പർ 2 റിച്ചസ്റ്റ് ഫാമിലിയാണ്. അവരുടെ മൂത്ത മകനാണ് എന്റെ MD. പുള്ളി ഞങ്ങളുടെ എല്ലാവരെയും കടന്നിട്ട് ഭയങ്കരമായിട്ട് ഫയർ ചെയ്യും, പുള്ളി ഭയങ്കര ദേഷ്യം. ഒരു ദിവസം മോണിറ്ററൊക്കെ എടുത്താണ് എറിയുന്ന ദേഷ്യം വന്നിട്ട് വലിച്ചെറിഞ്ഞിട്ടാണ്. അങ്ങനെയുള്ള മനുഷ്യനെ മുമ്പ് ചെന്ന് ഒരു സെന്റർ ചൂടായി. ഞാനാണെങ്കിൽ എനിക്കും അന്ന് എന്നത്തെ എന്റെ സ്വഭാവം ഞാനും തിരിച്ചതൊക്കെ പറഞ്ഞു എനിക്ക് തീരെ വന്ന് നമ്മുടെ വലിയ മൊബൈൽ വാട്സപ്പ് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. 2007 2008 സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തിരിച്ച് ഓഫീസ് വന്നിട്ട് കണക്കിന് മെയിൽ അങ്ങ് അയച്ചു. എനിക്ക് ഇപ്പോഴും നീ ആരാണെന്ന് എന്റെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ എഴുതിയത്. കാരണം വെച്ചാൽ കുറച്ച് ഫ്രീഡം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ കണക്കിന് മെയിൽ അയച്ചു. അപ്പൊ അയച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേന് മെയിൽ എനിക്ക് തിരിച്ച് റിപ്ലൈ, കം ആൻഡ് മീറ്റ് മീ ഇൻ ദ ഹെഡ് ഓഫീസ്. അത്ര മാത്രമേ ഉള്ളായിരുന്നു, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഓഫീസർ പറയാ, മിക്കാറും കേട്ടെ ഇന്ന് പണി പോയേട്ടാ, ജസ്റ്റ് പോയി കണ്ടിട്ട് വരാം. അപ്പൊ എല്ലാവരും എന്താ കാര്യം, അവരാ കാര്യമൊക്കെ പിന്നെ പറയാം, മിക്കാറും ഇന്നത്തേക്കെല്ലാം പാക്ക് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഹൗ ഐ നോ വാട്ട് ഐ ആം ഡൂയിങ് ഈസ് റോങ് ഓർ റൈറ്റ് എന്ന് ചോദിച്ചു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റെന്ന് എനിക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഞാനൊന്ന് അന്തം വിട്ടെ. ഞാൻ പിന്നെ ഒന്നോട്ട് തിരിച്ചു റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം. അപ്പൊ ഞാൻ ഒന്നും വേണ്ടിയില്ല, ഞാനിങ്ങനെ നോക്കി പറഞ്ഞു, ഇന്ന് വരെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ തെറ്റാണെന്ന്. ആദ്യമായിട്ട് എന്നോട് തെറ്റാന്ന് പറഞ്ഞ നീയാണ്, അതിന് മുകളിൽ ഞാൻ കറക്റ്റ് ചെയ്യാന്ന്. ഹാലയിലൂയ. അപ്പൊ അവിടെ പറഞ്ഞത്, നമ്മൾ ഒരാളോട് തെറ്റാണെന്ന് ചെയ്യുന്ന കാര്യം തെറ്റാണോ ശരിയാണെന്ന് പറയാതെ എങ്ങനെ അവർ ചെയ്ത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാകും. ഇന്നലെ അവരാരും പറഞ്ഞിട്ടില്ല. 10-30 വർഷമായിട്ടൊക്കെ ആ സെയിം കമ്പനി വർക്ക് ചെയ്യുന്ന ഇവരെ വള്ളിനിക്കറിട്ട് കാണുന്ന പ്രായം പോലെ കാണുന്ന ആൾക്കാർ അവിടെ ഉണ്ട് ഹാലയില. പക്ഷെ അവരാരും ഇതുവരെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനാ തെറ്റാന്ന് പറയാനായിട്ട് ധൈര്യം കാണിച്ചില്ല. അത് തെറ്റാന്ന് ഒരാൾ പറഞ്ഞ ഞാൻ ഇനി കറക്റ്റ് ചെയ്യാവുന്നു അല്ല അത്. അപ്പൊ ഇതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള്, ഞാനത് ലോകപരമായിട്ട് കാര്യം പറഞ്ഞെങ്കിൽ, പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഒരാള് തെറ്റ് ചെയ്യുന്ന സമയത്ത് അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അവർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുള്ള ധൈര്യം അറ്റ്ലീസ്റ്റ് നമ്മൾ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ മക്കളുടെ പുറകെ നടന്നിട്ട് മക്കൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അപ്പന്മാര് പറയുന്നതിനെക്കാട്ടി അമ്മമാരൊക്കെയാണ് ഈ ഡിപ്പാർട്ട്മെന്റൊക്കെ പുറകെ നടക്കലും ഉപദേശിക്കലും കറക്റ്റ് ചെയ്യലൊക്കെ അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചെയ്യില്ലേ, കാരണം എന്താ, അത് നമ്മുടെ മക്കളാണ്. പക്ഷെ അതുപോലെ തന്നെയാണ് ദൈവസഭ ഹാലയിലെ ശരീരമാണ്. യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ ഓരോ അവയവങ്ങളാകുമ്പോൾ മറ്റൊരു അവയവത്തിന് ഒരു പോരായ്മ വന്ന അതിനെ പരിഹരിക്കാനായിട്ട് അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് ഉപദേശിക്കാനായിട്ട് ഉത്തരവാദിത്തം നമുക്കുണ്ട്. പലപ്പോഴും പലരും അത് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മളത് ചെയ്യാതിരിക്കില്ല, കാരണം നമുക്ക് ദൈവം അസാമാന്യം ഒരു ധൈര്യം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അത് നമ്മൾ ഈ ദിവസം അതിന് പഴയ നിമിത്തം നമ്മൾ നോക്കിയാൽ തന്നെ നമ്മുടെ എസ്തേറിനെ നമുക്ക് കാണാം. എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരു പ്രതിസന്ധി വന്നു. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഭാഗമാണ്. എസ്തേറിന്റെ അവിടെ ഒരു യഹൂദന്മാർക്ക് മുഴുവൻ ഒരു പ്രതിസന്ധി വന്നു. എസ്തേറിനല്ല പ്രതിസന്ധി വന്നതെന്ന് പറയാം, എസ്തേറിന് ഒരു കുഴപ്പമില്ല. പക്ഷെ യഹൂദന്മാർക്ക് മുഴുവൻ ഒരു പ്രതിസന്ധി വന്നു. ഹല്ലേലൂയ. ആ സമയത്ത് എസ്തേർ ഒരു തീരുമാനം എടുക്കുകയാണ്. ഹല്ലേലൂയ. എന്താ എസ്തേർ പറഞ്ഞത്, ഞാൻ നശിക്കുന്നെങ്കിൽ ഇങ്ങ് നശിക്കട്ടെ. 3-ാം അധ്യായത്തിന്റെ എനിക്കൊന്ന് ലാസ്റ്റ് വാക്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു മിനിറ്റ്, 3 അല്ല 4-ാം അധ്യായത്തിന്റെ ഞാൻ നശിക്കുന്നതിൽ നശിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാജാവിന്റെ അടുക്കിലേക്ക് പോകുന്ന ഒരു എസ്തേർ 3 ദിവസം പോസ്റ്റ് പ്രാവശ്യം. അപ്പൊ അവിടെയും ഹല്ലേലൂയ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്, വലിയൊരു പ്രതികൂലത്തിലേക്ക് എത്തിക്കുന്ന പ്രതികൂലത്തിലേക്ക് നമ്മൾ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ പ്രതികൂലത്തെ അനുകൂലമാക്കാൻ ദൈവത്തിന് പറ്റും. അല്ലെ, പ്രതികൂലം കണ്ടുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രതികൂലത്തെ കണ്ടുകൊണ്ട് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ആ പ്രതികൂലത്തെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ ഒരു തീരുമാനത്തോട് ധൈര്യത്തോട് ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെച്ച് ദൈവം അനുകൂലമാക്കി മാറ്റും. അന്ന് വരെ ആരും ചെയ്യാൻ സാധിക്കാത്ത, അല്ലെ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ എസ്തേർ ചെയ്യുന്നിട്ട് നമ്മൾ കാണുന്നത്. അല്ല ഇന്ന് വരെ രാജാവ് അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പ് ഒരു രാജ്ഞി ഉണ്ടായത്, രാജാവ് പറഞ്ഞൊരു കാര്യം അനുസരിക്കാതിരുന്നപ്പോ അവർക്ക് ഭവിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. വസ്തിക്ക് രാജ്ഞി സ്ഥാനം നഷ്ടപ്പെടാൻ കാരണം രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യാതിരുന്നിട്ട് അനുസരണക്കേടാണ്. ആ രാജാവിന്റെ അടുക്കലേക്കാ
വിളിക്കാതെ ചെല്ലാൻ പാടില്ലെന്ന് ശക്തമായ നിയമം ഉള്ളപ്പോൾ രാജാവിന്റെ പൊൻചെങ്കോൽ നേരെ നീണ്ടില്ലെങ്കിൽ തല പോയി അല്ലെ മരണം ഉറപ്പാണെന്ന് അറിയുന്ന അത്ര ശക്തമായ ഒരു നിയമം നിലനിൽക്കുന്ന സമയത്താണ് എസ്തേർ ഇതിന് തയ്യാറാകുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ ഫേവർ വന്ന് യഹൂദന്മാരെ മുഴുവൻ ഹാലലി മരണത്തിൽ നിന്ന് ഹാലലി അവരെ നശിപ്പിക്കുന്ന ഹാലി ഒരു തീരുമാനത്തിൽ നിന്ന് മാറ്റാനായിട്ട് കഴിഞ്ഞ എസ്തേർ ഹാലി. നമ്മൾ ജഡ്ജസ് ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്കൊന്ന് പോവാം. ഒന്നും അടങ്ങിയിട്ടൊന്ന് വായിക്കുക. യേഹൂദ് ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹാസോരിൽ വീണ കനാന്യ രാജാവായ യാബീൻ കളഞ്ഞു. അവന്റെ സേനാപതി ജാതികളുടെ ഹരോഷ്യത്തിൽ പാർത്തിരുന്ന സീസരയായിരുന്നു. അവന് 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയത് കൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അക്കാലത്ത് ലപ്പീദോത്തിന്റെ ഭാര്യയായ ദെബോര എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. അവൾ എബ്രേം പർവ്വതത്തിൽ രാമയ്ക്കും ബഥേലിനും മധ്യയുള്ള ദെബോരയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. അവൾ അബീനോവാമിന്റെ മകനായ ബാരാക്കിനെ കേദസ് നഫ്താലിന്ന് വിളിപ്പിച്ചു അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബുലുവിന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബീന്റെ സേനാപതി സീസരെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കിശോൻ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിലേൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ബാരാക്ക് അവളോട്, നീ എന്നോട് കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. അതിനവൾ, ഞാൻ നിന്നോടുകൂടെ പോരാം, എന്നാൽ നീ പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. യഹോവ സീസറെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ദെബോര എഴുന്നേറ്റ് ബാരാക്കിനോടുകൂടെ കേദസിലേക്ക് പോയി. ബാരാക്ക് സെബുലൂനെയും നഫ്താലിയെയും കേദസിൽ വിളിച്ചുകൂട്ടി. അവനോടുകൂടെ 10,000 പേർ കയറി ചെന്നു. ദെബോരയും കൂടെ കയറി ചെന്നു. എന്നാൽ കേന്യനായ ഹേബർ മോശയുടെ അളിയൻ ഹോബാബിന്റെ മക്കളായ കേന്യരെ വിട്ടുപിരിഞ്ഞ് കേദസിനരികെയുള്ള സാനന്നീമിലെ കരുവേലകം വരെ കൂടാരം അടിച്ചിരുന്നു. അബിനോവാബിന്റെ മകനായ ബാരാക്ക് താബോർ പർവ്വതത്തിൽ കയറിയിരിക്കുന്നു എന്ന് സീസരയ്ക്ക് അറിവ് കിട്ടി. സീസര തന്റെ 900 ഇരുമ്പ് രഥവുമായി തന്റെ എല്ലാ പടജനത്തെയും ജാതികളുടെ ഹരോഷ്യത്തിൽ നിന്ന് കീശോൻ തോട്ടിനരികെ വിളിച്ചുകൂട്ടി. അപ്പോൾ ദെബോര ബാരാക്കിനോട്, പുറപ്പെട്ടു ചെല്ലുക, യഹോവ ഇന്ന് സീസരയെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു, യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബാരാക്കും അവന്റെ പിന്നാലെ 10,000 പേരും താബോർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. യഹോവ സീസരയെയും അവന്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാക്കിന്റെ മുമ്പിൽ വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. സീസര രഥത്തിൽ നിന്ന് ഇറങ്ങി കാൽനടയായി ഓടിപ്പോയി. ബാരാക്ക് രഥങ്ങളെയും സൈന്യത്തെയും ജാതികളുടെ ഹരോശത്ത് വരെ ഓടിച്ച് സീസരയുടെ സൈന്യമൊക്കെയും വാളിന്റെ വായ്ത്തലയാൽ വീണു. ഒരുത്തനും ശേഷിച്ചില്ല. മതി സിസ്റ്റർ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഹല്ലേലൂയ, അവിടെ ന്യായാധിപന്മാരുടെ കാലമാണ് ഹല്ലേലൂയ. അന്ന് ഹല്ലേലൂയ ഇവിടെ എന്താ പറയുക, യേഹൂദ് മരിച്ച ശേഷം ആരും അത് ന്യായപാലനം ചെയ്യാല്ലെങ്കിൽ അവിടെ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത സമയത്ത് വീണ്ടും ദൈവം അവരെ ഹല്ലേലൂയ ഒരു ഭരണത്തിന്റെ കീഴിലേക്ക് അല്ലെ അടിമത്തത്തിലേക്ക് പോകുന്ന കണക്ക് അവിടെ അവരുടെ മേൽ കയറി ഭരിക്കാൻ വേണ്ടി ഒരു ടീം അല്ലെ. അതിനകത്ത് സീസറിന്റെ പ്രത്യേകത 900 ഇരുമ്പ് രഥങ്ങളൊക്കെ ഉണ്ട്. വളരെ ശക്തനായ ഹല്ലേലൂയ സൈന്യാധിപൻ തന്നെയാണ് അവിടുത്തെ ഹല്ലേലൂയ. അപ്പൊ അവിടെ നമ്മൾ പറയുന്ന അവരെ കഠിനമായി 20 സംവത്സരം കഠിനമായിരിക്കും. ആ സമയത്ത് ഒരു സ്ത്രീയായ ദെബോറ എഴുന്നേൽക്കുകയാണ്. നമ്മൾ അടുത്ത അധ്യായം വായിക്കുമ്പോൾ ഹല്ലേലൂയ അതിനകത്ത് കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്ന ഹല്ലേലൂയ, ദെബോറ ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രായേൽ മാതാവ് എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രായേൽ അശേഷമറ്റു പോയിരുന്നു. ഹല്ലേലൂയ. അപ്പം നായകന്മാരായിട്ടുള്ള ആൾക്കാർ ആണുങ്ങളെല്ലാം ആരും ധൈര്യം കാണിക്കാതെ ആരും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് അടിമത്തത്തിൽ അല്ലെങ്കിൽ ഇവരെ അടിമയാക്കി ഭരിക്കുന്ന കഠിനമായി പീഡിപ്പിക്കുന്ന ഒരു ഒരു ഭരണത്തിന്റെ അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് വിടുവിക്കാനായിട്ട് ഒരു സ്ത്രീ എഴുന്നേൽപ്പിക്കുന്നു. അവിടെ നമ്മൾ കാണാൻ സ്ത്രീ എഴുന്നേൽപ്പിച്ച മാത്രല്ല, അവിടെ ദെബോറ ബാരാക്കിനെ വിളിച്ചിട്ട് നീ ഇത്ര ആൾക്കാരെയും കൂട്ടി പോയി, ദൈവം നിന്നെ കയ്യിലെ സീസറി അവന്റെ ഇരുമ്പ് രഥത്തെ അവന്റെ സൈന്യത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറയുമ്പോഴും അവിടെ ബാരാക്ക് പറഞ്ഞു, ഞാൻ പോകത്തൊന്നുമില്ല, പറഞ്ഞതൊക്കെ ശരി, നീ ഏൽപ്പിക്കുന്നൊക്കെ പക്ഷേ നീ കൂടെ വരാമെങ്കിൽ ഞങ്ങൾ പോവാം. പ്രവചനം പറഞ്ഞ നീയല്ലേ, ദൈവം തരുമെന്നാണ് നീയല്ലേ.
കാണാം. അപ്പൊ അതുകൊണ്ട് കൂടെ വരാമെങ്കിൽ ഞങ്ങൾ പോകും. ദെബോറ അപ്പം എതിർപ്പൊന്നും പറയും. ദെബോറ ശരി ഞാൻ വരാം, പക്ഷെ ഞാൻ വരും, പക്ഷെ ഈ സംഭവിക്കുന്ന ബഹുമാനം നിന്റെ പേര് വരത്തില്ല. ഹല്ലേലൂയ കാണും. എന്നിട്ട് ദെബോറ അവരുടെ കൂടെ പോകുന്നേ കാണും. അല്ലെ? നമുക്ക് വായിക്കുമ്പോഴൊക്കെ ഭയങ്കര രോമാഞ്ചമൊക്കെ വരും. ദെബോറയെ കുറിച്ചൊക്കെ കേൾക്കുന്ന സമയത്ത്. പക്ഷേങ്കിൽ സാഹചര്യത്തെ ശക്തമായി നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. ഞാൻ മിക്കവാറും നമ്മള് വചനം വായിക്കുന്ന സമയത്ത് ഞാൻ ഈ സംഭവം ഇങ്ങനെ കാണാം. ഞാനിങ്ങനെ ആ സാഹചര്യത്തിലൊക്കെ ഒന്ന് പോയി അതൊക്കെ ഒന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്തൊക്കെ ഒന്ന് കാണും. ഈ സാഹചര്യമാണ് നമ്മൾ എങ്ങനെയായിരിക്കും. ഹല്ലേലൂയ. നമുക്ക് എങ്ങനെയായിരിക്കും ചെയ്യാം, നമ്മൾ എങ്ങനെയായിരിക്കും പെരുമാറും, നമുക്ക് എങ്ങനെയായിരിക്കും. ഇപ്പൊ മറിയൊക്കെ കല്ലറയ്ക്കലേക്ക് പോയെന്ന് പറയുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോ നിൽക്കുന്നെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ആയിരിക്കുന്ന മറ്റൊരു രാജ്യത്താണ്. ഇവിടുത്തെ രാജാവല്ല, ഇവിടുത്തെ ഭരണാധികാരികൾ ഒന്നിന്റെ നിയമം വെച്ചിട്ടുണ്ട്. ഹാലിൽ അങ്ങനെ ഒരു സംഭവത്തിലാണ് നിൽക്കുന്നെങ്കിൽ ഈ ഫ്ലാറ്റിനകത്ത് പുറത്തോട്ടിറങ്ങത്തില്ല. മനസ്സിലായില്ലേ? ഹാലലിയ. ഇതാണ് നമ്മുടെയൊക്കെ. പക്ഷെ നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോ ഭയങ്കര ഹാലലിയ പ്രസംഗിക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ ദബോറ ഹാലലിയ അവരുടെ കൂടെ ഹാലലിയ യുദ്ധത്തിന്റെ മുഖത്തേക്കാ പോകുന്നത്. അത് ഹാലലിയ വളരെ പ്രബലനായ ശത്രുവാണ് മുമ്പ് നിൽക്കുന്നത്. 900 ഇരുമ്പുരഥം ഹാലലിയ എന്നുള്ള സീസൺ 900 ഇരുമ്പുരഥം എന്റെ തന്നെ എല്ലാ പടജനത്തെയും ജാതികളുടെ ഭീഷോൻ തൊട്ടിനെ വിളിച്ചപ്പോ തന്റെ സകല പടജനവുമായിട്ട് 900 ഇരുമ്പുരഥവുമായിട്ട് വരുന്ന ഹാലലിയ സീസറാണ്. അല്ലെ? അവിടെ സീസറിനെ ഇവര് തോൽപ്പിക്കുന്നു. പക്ഷെ എന്നിട്ട് സീസറിനെ കൊല്ലുന്ന അടുത്തത് യായേൽ എന്ന് പറഞ്ഞ സ്ത്രീ അവിടെ ഹാലലിയ അവിടെ സീസർ അവിടെ കൂടി ചെല്ലുമ്പോ അവള് ധൈര്യപൂർവ്വം അകത്തേക്ക് വാ എന്ന് പറയുന്നുണ്ട്. കുടിക്കാൻ പാലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആമേന്റെ ഒരു ഇതൊക്കെ എടുത്ത് പുതപ്പിച്ച് അവസാനം കുറ്റിയെടുത്ത് നെറുകം തലയ്ക്ക് അടിച്ച് തകർക്കേറ്റുന്ന ചുറ്റിയെടുത്ത് അടിച്ച് അവിടെ ഒരു സ്ത്രീയുടെ ധൈര്യത്തെ കാണേണ്ടത്. മുമ്പിലുള്ള ശത്രു എത്ര പ്രബലമെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ത്രീ. ഇനി എത്രയോ ഉദാഹരണം നമ്മൾ സ്ത്രീ കഥാപാത്രങ്ങൾ ബൈബിളിനകത്തുണ്ട്. മോശയുടെ അമ്മയെ നമുക്കറിയാം. ശക്തമായ അന്നത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ഫറവോന്റെ കർശനമായ നിയമം ആ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഇവര് ആ രാജ്യത്തിന്റെ പൗരന്മാര് പോലെ അടിമകളായി അവിടെ താമസിക്കുന്ന സമയത്താണ് മറ്റേ ദേശത്ത് നിന്ന് പാർക്കുന്ന സമയത്ത് ഇത്ര ശക്തമായ ഒരു നിയമം അവിടെ നിലനിൽക്കുമ്പോഴും ജനിച്ച കുഞ്ഞിനെ 3 മാസക്കാലം ഒളിപ്പിച്ച് താമസിപ്പിക്കുകയും അതിനുശേഷം ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കി ഒഴുക്കി വെടി അതിനെ നോക്കി നിന്ന് ഫറവോന്റെ മുകളിൽ എടുത്തു കൊടുക്കുമ്പോ അവിടെ തന്നെ കടന്നു ചെന്ന് കുഞ്ഞിനെ പാലോട്ട് വളർത്തിയൊക്കെ ചെയ്യുന്ന മോശയുടെ അമ്മയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. അപ്പൊ ദൈവത്തിന്റെ പർപ്പസ് അല്ല, ദൈവത്തെ ആ ശിശു ദിവ്യ സൗന്ദര്യമുള്ളവരത് കണ്ട് അവരാ ധൈര്യം. അപ്പൊ അറിയാൻ ഇത് ദൈവത്താൽ മഹത്വത്തോട് ഗ്ലോറിയോട് ജനിച്ചൊരു കുഞ്ഞാണ്, ഇത് ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടി ഉള്ളതാണെന്ന് പറയുമ്പോ ആ ദൈവത്തിന്റെ പർപ്പസിന് ചിലപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വന്തം തല പോലും പോകുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതെങ്കിലും ധൈര്യത്തോടുകൂടി അത് ചെയ്യാനായിട്ട് ഒരു അമ്മ ധൈര്യം കാണിച്ച് നടക്കണം. അപ്പൻ കൂടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് പോയ കുഞ്ഞിനെ മുലയൂട്ടുന്ന സമയത്തൊന്നും അപ്പം കൂടെ പോത്തില്ലല്ലോ എന്താണെങ്കിലും. അവിടെ ചെന്ന് ഇത്ര അങ്ങനെ പലരെയും കുറിച്ച് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ശക്തമായ സ്ത്രീ. നമ്മൾ എന്തിനു പറയുന്നത്? രാഹാബ് എന്ന വേശ്യയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലോ ദേശം ഒറ്റുനോക്കാൻ ചെന്നവരെ ആ ദേശത്തിൽ നിന്ന് കർശന നിയമം ഉണ്ടായിരുന്നവർ അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അറിയിക്കണമെന്നും എന്നിട്ടും അന്വേഷിച്ചവർ വീട്ടിലെത്തുമ്പോൾ അവരെ ഒളിച്ചു താമസിപ്പിച്ചിട്ട് അവരെ രക്ഷപ്പെടുത്തി വിടുന്ന രാഹാബ് നമ്മൾ കാണും. അല്ലേ? ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ പലപ്പോഴും ധൈര്യം കാണിക്കും പലരും എന്തിനാ സ്വന്തം വീട്ടില് അല്ലെങ്കിൽ ലോകപരമായ ജഡപരമായ ചില കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ ചില ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ആരും ഇല്ല, അതിന് സ്തോത്രം. ചില ആൾക്കാരെ അമ്മായിമ്മമാരോടൊക്കെ പോരടിക്കാനും എതിർത്ത് നിൽക്കാനും വഴക്കുണ്ടാക്കാനും അവരെ നമ്മളൊക്കെ കൊല്ലത്തേക്കുള്ള ന്യൂസ് ചിലപ്പോൾ കാണുന്ന അമ്മായിയമ്മേനെ എടുത്ത് പുറത്ത് കളയാനും ഒക്കെ ആയിട്ടൊക്കെ പെണ്ണുങ്ങൾ ധൈര്യം കാണിക്കാനും. പക്ഷെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കാനും അതുപോലെ ധൈര്യം കാണിക്കാനുമായിട്ടും ഇന്ന് എത്ര പേര് മുൻപോട്ട് വരും? ഇത് ഞാൻ അറിഞ്ഞ സത്യമാണ്. ഇത് എനിക്ക് അനേകർ ഇത് എത്രയൊക്കെ എതിർപ്പ് എന്റെ മേൽ ഉണ്ടായാലും മറിയേം ആ 3 സ്ത്രീകൾ ധീരുമാനം എടുത്ത് ഞങ്ങൾ ഈ സ്വതന്ത്ര ദ്രവ്യമായിട്ട് പോകും. എത്രയൊക്കെ ഗവൺമെന്റിന്റെ എത്രയൊക്കെ ഓർഡർ മുമ്പ് നിൽപ്പുണ്ടാവും. എത്ര വലിയ സീൽ അവിടെ റോമൻ എംപയറിന്റെ സീൽ പതിപ്പിച്ച് വെച്ചാലും ഞങ്ങൾ ഇതും കൊണ്ട് പോകും. ഇത് കർത്താവിന്റെ ശരീരത്തിലൊന്ന് പൂശണം. ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി നിൽക്കണം എന്ന് പറഞ്ഞ് കടന്നു പോകുന്ന പോലെ ധൈര്യത്തോടെ അത് നേരം വെളുക്കുന്നതിന് മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോകുന്ന അങ്ങനെ കടന്നു പോകുന്ന ഒരു മറിയെ പോലെ.
ഹാലെ നമ്മൾ പറയപ്പോ സ്വന്തം ജനത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഹാലലിയ, പീഡിപ്പിച്ച് അതികഠിനമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുഷ്ട ഹാലേലിയ ഭരണത്തിന്റെ കീഴിൽ നിന്ന് ഹാലേലിയ സ്വന്തം ജനത്തെ വിടുവിക്കണമെന്ന് പറഞ്ഞു അവരുടെ കൂടെ യുദ്ധത്തിന് പോകാൻ റെഡിയെ ദബോറയെ പോലെ നമ്മുടെ സ്വന്തം ദൈവജനത്തെ ഹാലേലിയ പല സ്ഥലങ്ങളും പീഡിപ്പിക്കുകയും അവരെ കൊന്നുമുടിക്കുകയും ചെയ്യുന്ന ഒരു ഭരണത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനത്തോട് ഒരു മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കാൻ നമ്മളാരും തയ്യാറ്. നമ്മൾ പറയും നമ്മളൊക്കെ പ്രാർത്ഥിക്കും, ദൈവം പ്രവർത്തിക്കട്ടെ. ഇവരാരും പ്രാർത്ഥിക്കുക മാത്രമല്ല ഒരു പ്രവർത്തിക്കും കൂടെ ചെയ്തു കേട്ടോ. നമ്മളെന്ന് പറയാം ദൈവമക്കളായ നമ്മളൊക്കെ പറയുന്നത് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അവരകത്ത് വേറെ ആരെങ്കിലും പോയി ചെയ്യട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല, നമ്മളിൽ പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഹാലേലിയ, തെറ്റ് കണ്ട തെറ്റാണെന്ന് ഹാലേലിയ ഇതിനു വേണ്ടിയിട്ട് സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കേണ്ട സാഹചര്യം വന്നാൽ ധൈര്യത്തോടെ ഇറങ്ങാനും കൂടെ ധൈര്യം കാണിക്കണം. പലവർക്കും അല്ലേ അപ്പം ഇപ്പൊ നമ്മൾ പറയുന്ന കണക്ക് മണിപ്പൂര് കേരളത്തിലൊന്നും അല്ല, മണിപ്പൂരല്ലേ സംഭവിച്ചു എന്ന് പറയാറുണ്ട് പലപ്പോഴും ഹാലേലിയ. അല്ലെങ്കിൽ മണിപ്പൂരിലുള്ളവർക്ക് പറ്റി നമുക്ക് നമ്മളെ കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കായിരുന്നു. പക്ഷേങ്കിൽ അതിന് വേണ്ടിയിട്ടൊന്ന് ശബ്ദം ഉയർത്താനായിട്ട് ഹാലേലിയ, അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയാൻ ആരെങ്കിലും മുഖത്ത് നോക്കിയെങ്കിലും ഒന്ന് പറയാനായിട്ട് ധൈര്യം കാണിക്കാൻ എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഞാൻ ചോദിക്കുന്നത് ഇന്ന് ഒരു സ്വേച്ഛാധിപതിയെ പോലെ ഭരിക്കുന്ന ഭരണത്തെ ഹാലേലിയ അനുകൂലിച്ചും പ്രതികൂലിച്ചുമാണെങ്കിലും എല്ലാവരും വീടിനകത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിലാണെന്നുള്ള ചിലപ്പോഴൊക്കെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെ ഒരു രാജ്യത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്, അതോ ഇത് വേറെ വല്ല ഭരണത്തിന് കീഴാണോ എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യത്തിൽ നമ്മളൊക്കെ കടന്നു പോകും ഹാലേലിയ. പക്ഷേ ദൈവജനമെങ്കിലും ഉണർന്നു എഴുന്നേക്കണേ ഈ ദിവസങ്ങളിൽ. ദൈവജനമെങ്കിൽ സത്യം വിളിച്ചു പറയാൻ അന്നും സത്യം പറഞ്ഞത് സത്യത്തിന് വേണ്ടി നിന്നിട്ട് സ്വന്തം ജീവൻ കൊടുത്ത് അനേകരുടെ ഹാലേലിയ പാരമ്പര്യമുള്ള ഇന്ന് നമ്മുടെ രാജ്യത്ത് വന്നു പോലും അനേക രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങൾ വന്നു പോലും സ്വന്തം ജീവൻ കൊടുത്ത് നേടിയെടുത്തതാണ് ദൈവസഭയെങ്കിൽ ഹാലേലിയ നമ്മളൊക്കെ അതുപോലെ ഹാലേലിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് സംസാരിക്കാനെങ്കിലും വായ തുറക്കാനെങ്കിലും നമ്മുടെ നാവിനെ ഉപയോഗിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വന്ന മറ്റുള്ളവരുടെ കൂടെ നിന്നുകൊണ്ട് അതിനു വേണ്ടിയിട്ടൊന്ന് പോരാടാനായിട്ട് ധൈര്യം കാണിക്കണം. ഇന്ന് കോംപ്രമൈസ് മെന്റാലിറ്റിയോടെ കടന്നു പോകുന്ന അനേകരിടയിലാണ് നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ കോംപ്രമൈസ് മെന്റാലിറ്റിയോടെ കടന്നു പോകുന്നവരാകരുത്. സത്യത്തിന് ഉറച്ചു നിൽക്കുന്നവരാണ്. കാരണം അതിന് ഞാൻ പറയാം സ്ത്രീകൾ മുമ്പിലേക്ക് വരണമെന്ന് ഞാൻ പറയപ്പെടും. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ എപ്പോഴും മറ്റുള്ള പലരും സ്ത്രീ ബലഹീന പാത്രം എന്നൊക്കെ പറയും. ദൈവം പക്ഷെ സ്ത്രീ ബലഹീന പാത്രമായിട്ടല്ല കണ്ട സ്ത്രീയെ ദൈവം ഏറ്റവും ധൈര്യമുള്ള സ്ത്രീ ഒരു വ്യക്തിത്വമായിട്ട് തന്നെ ദൈവം കണ്ടിരിക്കും. പലയിടത്തും പല ഉണർവിനും പല കാര്യങ്ങൾക്കും ഒക്കെ മുന്നിൽ നിൽക്കുന്നതും എനിക്ക് എപ്പോഴും അതിശയം തോന്നിയിട്ടുണ്ട്. ദൈവം സ്ത്രീക്ക് എത്ര പ്രാധാന്യം കൊടുത്തു. കാരണം ദൈവം ആദ്യമായി ഭൂമിയിലേക്ക് വന്നിട്ട് മഷിക എന്ന് വെളിപ്പെടുത്തിയത് ഒരു സ്ത്രീയുടെ മുമ്പിലാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യമായി വെളിപ്പെട്ടത് സ്ത്രീയുടെ മുമ്പിലാണ്. അങ്ങനെ ദൈവം അതുപോലെ ഇമ്പോർട്ടൻസ് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ളപ്പോ ഞാൻ പറയാ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഈ കുഞ്ഞ് ജനിക്കുമ്പോ ഇവന് ഇന്ന പേരിടണമെന്ന് ദൈവം പറഞ്ഞത് ഒരു സ്ത്രീയുടെ മുമ്പിലാണ്. ആദ്യമായിട്ട് ദൈവം അത് ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് പറഞ്ഞാൽ യഹൂദാസ്ത്രീയുടെ മുമ്പിലല്ല ദൈവത്തിന്റെ അരുളപ്പാട് ആദ്യം ഉണ്ടായത്. മിസ്രൈമ ദാസി ഹാഗാറിനോട് ദൈവം ആദ്യം അരുളിച്ചത് നിനക്കൊരു പുത്രൻ ജനിക്കും, അവന് ഇസ്മായിൽ എന്ന് പേര് വിളിക്കണമെന്ന്. ഹാലേലിയ. അങ്ങനെ ദൈവം ജാതിയും മതവും ദേശവും വർഗവും വർണ്ണവും നോക്കാതെ ദൈവം പലപ്പോഴും വെളിപ്പെട്ട പല ദൗത്യങ്ങളും കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത സ്ത്രീകളുടെ കയ്യിലാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ഇന്ന് ആരും ഞാൻ സ്ത്രീകളാണ് അപ്പൊ ഞങ്ങൾക്ക് പരിമിതി ഉണ്ടെന്ന് ആരും അത് ഒതുങ്ങിയിരിക്കാനുള്ളവരല്ല. സ്ത്രീകൾ ശക്തമായിട്ട് രാജ്യത്തിന് വേണ്ടി ഞാൻ പറയാം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങാൻ ഞാൻ പറയുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവസഭയെ പീഡിപ്പിക്കുന്നിടത്ത് ദൈവത്തിന്റെ ജനത്തെ കുന്നുമുട്ടിക്കുന്നവരുടെ മുമ്പിലേക്ക് ശക്തമായിട്ട് സ്ത്രീകൾ പുറത്തേക്ക് വരണം ഹാലേലിയ. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, നിങ്ങളുടെ കണ്ണുനീരിന് ശക്തിയുണ്ട്, നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കിന് ശക്തിയുണ്ട്. അത് നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന വിശ്വാസം നമുക്ക് ദൈവം തന്നൊരു ധൈര്യമാണ്. അത് മറ്റുള്ള ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു പോകരുത്. അത് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ധൈര്യത്തോടു കൂടി ആയിരിക്കുക. നമ്മുടെ മുമ്പ് നിൽക്കുന്ന ഏത് പ്രതികൂലം ഉണ്ടെങ്കിലും ഞാൻ പറയാം നമ്മൾ സ്റ്റെപ്പ് വെച്ച് ആ പ്രതികൂലത്തെ മാറ്റിത്തരം കഴിഞ്ഞ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ദൈവത്തിലാണ് നമ്മൾ ആരാധിക്കുക, ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുകയും ചെയ്യുന്നത്. ആ ഉറപ്പുള്ളവർ ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിന് ശക്തമായി പ്രയോജനപ്പെടാനായിട്ട് മുൻപിലേക്ക് വരണം. യുവജനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.